ചോരയില് കുളിച്ച തുണിയാണ് അയാൾ എടുത്തിട്ടുള്ളത്. ആ മക്കൾ അനാഥരായില്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ആ കുട്ടിന്റെ രക്ഷിതാക്കളുടെ പോറ്റി വളർത്തി വിട്ടിട്ടുള്ള അവരൊക്കെ കൊണ്ടാക്കി കൊടുത്ത ഒരു ഗ്ലാസ് ചായന്റെ വില പോലും ഇല്ല ഒരു മനുഷ്യന്റെ ജീവന് എന്നുള്ളപ്പോ തെളിയിച്ചിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. ഏത് സ്ത്രീക്കും, പ്രായമായ സ്ത്രീക്ക് പോലും ഒരു മനുഷ്യരെ വെട്ടിക്കൊല്ലാന് ഒരു ഒരു ചഞ്ചലവും ഇല്ല, ഒരു കയ്യാർപ്പില്ല. ഒരുപാട് പിന്നെ കൊലപാതകം നടത്തിയ ഒരു ധൈര്യം പോലെയാണ് ഒന്നല്ലെങ്കിൽ സ്വന്തം മകന്റെ ഭാര്യയല്ലേ, അതല്ലെങ്കിൽ അവനവന്റെ പേരക്കുട്ടികളെ അമ്മയല്ലേ, ഒരു മനുഷ്യ ജീവനല്ലേ, ഒരു സ്ത്രീയല്ലേ. ആ സ്ത്രീ തന്നെയല്ലേ ആ സ്ത്രീനെ വെട്ടിയത്. ഇപ്പൊ അടുത്ത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് ഒരു കൊലപാതകം കഴിഞ്ഞു. ഇന്നലെ ഞാനത് കേട്ട്, ഞാൻ ഫുള്ളൊന്നും കാണാനും കേൾക്കാനും നിന്നില്ല. ഫേസ്ബുക്കിൽ തന്നെ രംഗം കണ്ടു, ആ സ്ത്രീനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ചോരയില് കുളിച്ച തുണിയാണ് അയാൾ എടുത്തിട്ടുള്ളത്. മാക്സിയിൽ ബാക്കിൽ മൊത്തം വൈറ്റ് മാക്സി ആണ്, ബ്ലഡ് മൊത്തം കാണുന്നത്. അത് കാണുമ്പോൾ തന്നെ ഞാനത് നിർത്തി. ചെറിയൊരു ഷോട്ടാണ് കണ്ടത്. അത്ഭുതം തന്നെയാണ്, ഭയങ്കര അത്ഭുതമാണ്. ഇത്രയും കാലം ജീവിച്ചിട്ടും ആ വ്യക്തിക്ക് ഒരു ക്ഷമ ദൈവം കൊടുത്തില്ലല്ലോ എന്നുള്ളതാണ് ആലോചിക്കുന്നത്. ഇനിയിപ്പോ അടിച്ചാലും കുത്തിയാലും ശരി, വെട്ടിക്കൊല്ലാൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ ജീവന്? ആ മക്കൾ അനാഥരായില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കണം. എന്താണല്ലേ മനുഷ്യന്മാർക്ക് പക, ദേഷ്യം അടക്കാൻ പറ്റുന്നില്ല. പകരം അതിന് അവര് തീർക്കുന്ന, ആ സ്ത്രീയുടെ ദേഷ്യം തീർന്നോ ആ ഒരു ജീവൻ എടുത്തപ്പോ? ആ മനുഷ്യ ഒരു സ്ത്രീയുടെ ജീവൻ എടുത്ത, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അവരെ വീട്ടിൽ അവരെ രക്ഷിതാക്കളുണ്ട്. ആ കുട്ടീനെ പോറ്റി വളർത്തി 28 വയസ്സായിട്ടുള്ളൂ. ജീവിതം ഒരുപാട് കടലോളം കിടക്കുന്നുണ്ട്. ആ കുട്ടിന്റെ രക്ഷിതാക്കളുടെ പോറ്റി വളർത്തി വിട്ടിട്ടുള്ള അവരൊക്കെ കൊണ്ടാക്കി കൊടുത്താ പോരെ? നിനക്കത് വെട്ടാനോ കുത്താനോ ഒക്കെ ഉള്ള അധികാരം ആര് തന്നു? എന്തിന് നീ അത് ചെയ്തു? പല പകയുണ്ടായിരിക്കാം. ഒരു ഗ്ലാസ് ചായ എന്നുള്ളത് ഒരു ഉദാഹരണം മാത്രമാണ്, ഒരു കാരണം മാത്രമാണ്. അല്ലെങ്കിൽ ആ ഒരു ചായക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ പോലും ആ സ്ത്രീ അങ്ങനെ ചെയ്യില്ല. അതിന്റെ ബാക്കില് പല കാര്യങ്ങളുണ്ടായിരിക്കും. ആ പകമൂത്തിട്ട് അത്രയും അവളോടുള്ള വൈരാഗ്യം ഈ സ്ത്രീയുടെ ഉള്ളിൽ ഉണ്ടായത് കൊണ്ടാണ് ആ സ്ത്രീ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അതും സ്വന്തം പേരക്കുട്ടികളായ പെൺകുട്ടികളുടെ മുന്നിൽ വെച്ചിട്ടാണ്. ഞാൻ ആ സീനൊന്നും എടുത്ത് ഇതിൽ കാണിക്കുന്നില്ല. ഞാൻ അങ്ങനത്തെ രംഗങ്ങളൊന്നും വെക്കുന്നുമില്ല. ഞാൻ ഇതിങ്ങനെ കണ്ടപ്പം അതിനെ കുറിച്ചിട്ട് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ചെറിയ രീതിയിൽ ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥയെ. ഒരു ഗ്ലാസ് ചായക്ക് വേണ്ടി മാത്രമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അത് വാക്കുകൾ നമ്മൾ തമ്മിൽ കേൾക്കുമ്പോൾ ഹെഡ്ലൈൻ പോകുന്ന കണ്ടില്ലേ വാർത്തയില്? ചായ ചോദിച്ചപ്പോ കിട്ടിയില്ല, വെട്ടിയാണ്ട് കൊന്നു. എവിടെയുണ്ട് കഥ? എന്താണ് അവസ്ഥ? എങ്ങനത്തെ അവസ്ഥയിലാണ് പോകുന്ന മനുഷ്യൻ? അല്ലാതെ തന്നെ പല പല രീതിയിലും പല കോലത്തിലും ഈ സ്ത്രീ ഇപ്പൊ ഇങ്ങനെ ചെയ്തല്ലോ. ഈ അമ്മായിയമ്മ ഇതുപോലെ രോഗിയായിട്ട് കിടക്കുന്ന സമയത്ത് ഇതേപോലുള്ള ഇങ്ങനെയുള്ള മരുമക്കളായിരിക്കുമല്ലോ അവർക്ക് സംരക്ഷണത്തിന്, അവരെ സംരക്ഷിക്കാൻ ഉണ്ടാക്കാനും ഒക്കെ ഉണ്ടാവുക. എത്രയോ വട്ടം ഇവര് സുഖമില്ലാതെ കിടന്നിട്ടുള്ള സമയത്തൊക്കെ ഇവർക്ക് വെള്ളം കൊടുത്തിട്ടും മറ്റുള്ള ശുശ്രൂഷിച്ചിട്ടുള്ള സ്ത്രീ ആയിരിക്കൂലേ ഈ മരുമകള്? ഈ മകന്റെ പല കാര്യങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടും അതൊക്കെ തരണം ചെയ്തിട്ട്, ഈ അമ്മായിമ്മ ഇത്ര ക്രൂരത ആയിട്ടും പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അതെല്ലാം പിന്നെ മൈൻഡ് ചെയ്യാതെ, അല്ലെങ്കിൽ അതെല്ലാം സഹിച്ചിട്ട് മക്കളെ വിചാരിച്ചിട്ട്, എനിക്ക് പെൺകുട്ടികളല്ല എന്ന് വിചാരിച്ചിട്ട് ഒതുങ്ങി കൂടിയിട്ട് വീണ്ടും അത് സഹിച്ചിരിക്കുന്ന ആളായിരിക്കൂലേ ഈ പെണ്ണ്? അതെന്തുകൊണ്ടാണ്? അവൾക്കെന്താ വീടില്ലാഞ്ഞിട്ടാണോ? അവൾക്കെന്താ മറ്റുള്ള രീതിയിലൊന്നും പോയിട്ട് ജീവിക്കാൻ അറിയാഞ്ഞിട്ടാണോ? അവളെ മക്കൾക്ക് വേണ്ടി ക്ഷമിച്ചു നിന്നായിരിക്കും. അവസാനം എന്തായി? അവനവന്റെ ജീവനാണ്ട് പോയി. ആർക്ക് നഷ്ടം? ആ പെൺകുട്ടികൾക്ക് നഷ്ടം, ആ മാതാപിതാക്കൾക്ക് നഷ്ടം. ചില കാര്യങ്ങൾ നമ്മൾ പ്രതികരിക്കേണ്ട ആ സമയത്ത് നമ്മൾ പ്രതികരിക്കണം. ചിലർ നമ്മൾ മനസ്സിലാക്കണ മാതിരി ആയിരിക്കില്ല പിന്നീട് ആഴത്തിലേക്ക് പോകുമ്പോൾ. ഈ സ്ത്രീ അങ്ങനെ ഒരു കൃത്യം ചെയ്യൂന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അവര് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകുമോ? ഇല്ല. അപ്പൊ ചിലരുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിന് എത്ര ക്രിമിനൽ മൈൻഡ് ഉണ്ട്, എങ്ങനത്താണ് ഏതാണെന്നൊക്കെ. നമ്മൾ സ്വന്തം സംരക്ഷണം നമ്മളെ തന്നെ നോക്കണം. അത് രക്ഷിതാക്കളോട് ചിലപ്പോൾ പറയും, ഇത്രയും കാലം നിന്നല്ലേ, മനസ്സിലാക്കാത്ത ആളാണോ ജി, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതുവരെ ക്ഷമിച്ചില്ല, ഇനി കുറച്ചല്ലേ ഉള്ളൂ എന്നറിയും. നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള ഡിസിഷൻ എടുക്കാം. ആത്മഹത്യ ചെയ്യുന്ന എത്രയോ കുട്ടികളുണ്ട്. അതിനൊന്നും അത് മുതിർന്നിട്ടില്ല, ഇത്രയൊക്കെ സഹിച്ചു നിന്നിട്ടും. ഞാൻ പറയണ അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ് അതിൽ കേട്ടത്, അതുകൊണ്ടാണ് പറയുന്നത്. എന്നിട്ടും അങ്ങനൊന്നും ജീവൻ എടുക്കാതെ പോയത് കണ്ടായിരിക്കാം അമ്മായിമ്മ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിന്നിട്ട് ജയിലിൽ നല്ല സുഖസുന്ദരമായിട്ട് നിൽക്കാം, കുഴപ്പമൊന്നുമില്ല. അവിടെ നല്ല സുഖ ചികിത്സ ആണ്. അത് അറിഞ്ഞോണ്ടായിരിക്കും പോയിട്ടുണ്ടാവുക. നയിക്കും വേണ്ട, ഒന്നും ചെയ്യണ്ടല്ലോ, സുഖല്ലേ? എന്താലേ
പ്രായം കൂടുന്നതിനനുസരിച്ച് ജീവിതത്തിന്റെ എക്സ്പീരിയൻസ് കൂടുക, അതിന് ക്ഷമ കൂടുക, പിന്നെ നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക, പ്രവർത്തിക്കുക, ഇങ്ങനെയൊക്കെ ആവുന്ന ആൾക്കാരാണ് ഇപ്പൊ തല തിരിഞ്ഞു വരുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനൊരു വല്യമ്മ അല്ലെ മുത്തശ്ശി ആണല്ലോ ഈ പെൺകുട്ടികളെ മനസ്സിൽ ഇനിയിപ്പോ വരിക, മനസ്സിലാവുക വരിക. സ്വന്തം ഞങ്ങളെ മുന്നിലിട്ടിട്ട് അച്ഛന്റെ അമ്മയാണ് ഞങ്ങളെ അമ്മനെ കൊന്ന് എന്നുള്ളത് ആ കുട്ടികളെ അവസ്ഥ, മാനസികാവസ്ഥ, ഇനി പഠനം, മറ്റുള്ള കാര്യങ്ങൾ, അവർ വേറൊരു ജീവിതത്തേക്ക് പോകുമ്പോൾ അവരെ ആ ഈ അമ്മന്റെ അനുഭവം കണ്ടിട്ടാണ് പോകുന്നത്. അപ്പൊ ഒക്കെ ഏതൊക്കെ രീതിയിൽ ഇതാവും. ആരാണ് ആ കുട്ടികളെ ഇനി സംരക്ഷിക്കാനുള്ളത്? ഏതമ്മ എത്ര അമ്മ വന്നാലും പെറ്റമ്മക്കൊക്കോ ഇല്ലല്ലോ. അപ്പൊ അവരുടെ ജീവിതം എങ്ങനെ പോയി? എന്തിനാണ് ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമല്ലേ? എന്താ ചെയ്യാ? എല്ലാം വിധി എന്ന് പറഞ്ഞ് നമ്മൾ തട്ടും. ഏറിയാൽ ഇപ്പൊ ആശ്രയിക്കേണ്ടത് ജീവപര്യന്തം അല്ലെ, വേറെ ഒന്നുമില്ലല്ലോ. പക്ഷെ എന്തെന്നായാലും നഷ്ടപ്പെട്ട തിരിച്ചിട്ടില്ലല്ലോ.